കുമ്പളങ്ങയും കൊണ്ട് ഹലുവ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ കുമ്പളങ്ങയും കൊണ്ട് ഹലുവ ഉണ്ടാക്കുന്നത് നിങ്ങൾ അധികം പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ കുമ്പളങ്ങയും കൊണ്ട് ഹലുവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹലുവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ശരിക്കും കുമ്പളങ്ങയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുമ്പളങ്ങയാണ് വേണ്ടത്. ഞാനിതിലേക്ക് 1/2 കിലോ കുമ്പളങ്ങയാണ് എടുത്തേക്കുന്നത്. ഈ കുമ്പളങ്ങയുടെ തൊണ്ടയായിട്ട് ആദ്യം ചെത്തി കളയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റേക്കും ഗ്രേറ്റ് ചെയ്തെടുക്കണ പോലെ ഈ കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കരുത്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ആ ഹലുവയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1/2 കപ്പ് വേണം. പിന്നെ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ വേണം. പിന്നെ വേണ്ടത് നെയ്യാണ്. ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇത് ഹലുവയാക്കുന്ന സമയത്തും ചേർക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കാഷ്നട്ട് വറുത്തിട്ടും ഏറ്റവും ലാസ്റ്റ് ഹലുവയിലേക്ക് ചേർക്കും. അങ്ങനെ ടോട്ടൽ ഈ ഹലുവയിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് കാഷ്നട്ടാണ്. കാഷ്നട്ട് ഞാൻ 2 പിടി കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാഷ്നട്ടൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഉണക്കമുതിരിയോ അല്ലെങ്കിൽ കിസ്മിസോ വേണമെന്നുണ്ടെങ്കിൽ അതും ഈ കാഷ്നട്ടിൻ്റെ ഒപ്പം വറുത്തിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് സഫ്രോണാണ്. സഫ്രോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുങ്കുമപ്പൂവിനെയാണ് സഫ്രോൺ എന്ന് പറയുന്നത്. അതൊരു 3 നുള്ളി ചേർക്കണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഹലുവയാക്കാന്ന്. 1/2 കിലോ കുമ്പളങ്ങയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾ കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അരച്ചിട്ട് എടുക്കരുത്. ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുക. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തുണ്ടാവുമായിരിക്കും. ഞാൻ ഇവിടെ ഇതേപോലത്തെ ഈ വലിയ ഹോളുള്ള ഇതിന്മേ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഹലുവയാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ കുമ്പളങ്ങ ചേർക്കുക. ആ കുമ്പളങ്ങയുടെ ഉള്ളിലുള്ള വെള്ളവും കളയരുത്. അതും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കണം. ഈ കുമ്പളങ്ങയിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാൽ ചേർക്കാം. ഇതിലേക്ക് ഒരു 3 നുള്ളി സഫ്രോൺ ചേർക്കാം. ഈ തേങ്ങാപ്പാൽ ഇതിനകത്ത് കിടന്നിട്ട് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇത് ചെറുതായിട്ട് തിക്കായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർക്കാം. ഇതിലേക്ക് സഫ്രോണും കൂടിയും ചേർക്കണം. അപ്പോഴായിരിക്കും ആ ഹലുവയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർക്കാം. ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതേപോലെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഇത് നല്ല ഡ്രൈ ആയിട്ട് നല്ല തിക്കായിട്ട് വരണം. ഇത് നന്നായിട്ട് തിക്കായിട്ട് ഇതിലേക്ക് നമ്മൾ ആ ചേർത്തേക്കണം നെയ്യും പിന്നെ ഈ തേങ്ങാപ്പാൽ ഇതേപോലെ ഇങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് വറ്റിയിട്ട് ആ തേങ്ങാപ്പാലിലുള്ള വെളിച്ചെണ്ണയും ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരണം. അപ്പോൾ ഇതിലേക്ക് ചേർത്തേക്കണം തേങ്ങാപ്പാലൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. എന്നിട്ട് നമ്മൾ ആ ചേർത്തേക്കണ നെയ്യൊക്കെയും ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഇപ്പോൾ ഹലുവ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തേക്കണം നെയ്യേക്കും ഈ ഹലുവയുടെ ഉള്ളിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് വരണം. അപ്പോഴായിരിക്കും ഹലുവ റെഡി ആയിട്ടുണ്ടാവുക. ഈ തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കാഷ്നട്ട് വറുത്തിട്ട് ചേർക്കാം. ഈ ഹലുവയിലേക്ക് കാഷ്നട്ട് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നെയ്യ് ചേർക്കാം. ഈ ചൂടായ നെയ്യിലേക്ക് കാഷ്നട്ട് ചേർക്കാം. അപ്പോൾ കാഷ്നട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഹൽവയിലേക്ക് ചേർക്കാം. ഇപ്പോൾ കുമ്പളങ്ങയും കൊണ്ടുള്ള ഹലുവ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കുമ്പളങ്ങയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ഇതേപോലെ ഹലുവ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ. ഈ ഹലുവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്.
പിന്നെ ഈ ഹൽവയിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊക്കെ കൂടുതൽ ചേർത്തിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴായിരിക്കും ഈ ഹൽവയ്ക്ക് ആ കുമ്പളങ്ങയുടെ ഹൽവയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.